എന്റെ ജനതയ്ക്ക് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്നെ കണ്ടിട്ടില്ലാതെ എന്നെ കാണാതെ സ്നേഹിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവച്ചിരിക്കുന്നു അല്ലാ. അത്ര സ്നേഹമാ മുത്തുനബിക്ക് നമ്മളോട്, അത്ര സ്നേഹമായിരുന്നു സഹോദരാ. നമ്മുടെ സ്നേഹമെന്തെന്നറിയുമോ? മുത്തുനബിയുടെ പേര് കേട്ടാ സ്വലാത്ത് പറയാ മടിയാ, മൗലിദ് ഓതുന്നത് കേട്ടാ ഓതാ സമയമില്ല, ഇരിക്കാ സമയമില്ല, ഇല്ലെന്ന് പറയാൻ കള്ളമാണെന്നും അത് മോശമാണെന്ന് പറയുന്നവരുടെ കൂടെ കൂടാറ്, അത് ഓതുന്നവനെ പോലും കളിയാക്കാറ്, അത് ഓതുന്നവനെ പോലും കാഫിറാക്കാറ് ഇന്നത്തെ തലമുറ തയ്യാറാകുമ്പോ എങ്ങനാ മോനെ രക്ഷപ്പെടുന്നതെങ്ങനാ? അല്ലാഹുവേ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനാ, അവസാന സമുദായത്തിന്റെ മാത്രം പ്രവാചകനല്ല, ഈ ഉമ്മത്തിന്റെ മാത്രം പ്രവാചകനല്ല, ലോകത്ത് കടന്നു വന്ന എല്ലാ സമൂഹത്തിലേക്കുമുള്ള പ്രവാചകനാ. നബിമാരും അവരുടെ ജനതയിൽ മാത്രം മുമ്പ് നിയോഗിച്ചിട്ടുള്ളവരുമായ സർവർക്കും പ്രവാചകനായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് നയിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഖിയാമത്ത് നാൾ വരെയുള്ള വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അവിടുന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്കറിയുമോ? ഈ ലോകത്ത് കടന്നു വന്ന സർവർക്കും പ്രവാചകനായിട്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകത്തുള്ള സർവർക്കും നേതാവായിട്ട്, ലോകത്തുള്ള സർവർക്കും അനുഗ്രഹമായിട്ട്, അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട്, അവർക്കൊരു താക്കി അവിടുന്നൊരു പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യനാക്കി, ഒരു നേതാവാക്കി അല്ലാഹു നിയോഗിച്ചിരിക്കുകയാ. കുല്യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ. ഇതല്ല പറഞ്ഞതാണ്, അല്ലാഹുവാണ് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ. ലോകത്തുള്ള സർവർക്കും നേതാവായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചവൻ നിയോഗിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മനുഷ്യനു മാത്രമല്ല ജിന്നുകൾക്കുമുള്ള പ്രവാചകനാ. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യരുടെ മാത്രം പ്രവാചകനായിരുന്നില്ല, ജിന്നുകളുടെയും നേതാവായിരുന്നു, ജിന്നുകളുടെയും പ്രവാചകനായിരുന്നു. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. ഖുല്ലൂഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا.
അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ജിന്നുകളുടെയും പ്രവാചകനാണ്, ജിന്നുകളുടെയും പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പഠിപ്പിക്കുകയാ, അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ ലോകത്ത് കടന്നു വന്ന ഒരാൾക്കും കൊടുക്കാത്ത, ഒരു പ്രവാചകനും ഒരു പ്രവാചകന്റെ സമുദായത്തിനും കൊടുക്കാത്ത 5 അനുഗ്രഹങ്ങൾ മുത്തുനബി അവിടെന്ന് എണ്ണി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് കടന്നു വന്നവർക്ക് മുഴുവനും പ്രവാചകനാണ്, ജിന്നുകൾക്കും പ്രവാചകനാണ്. ഇനി 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു പ്രത്യേകത കൂടെ കേട്ടോ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകത അറിയണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫുള്ളിൽനാ അലന്നാസി ബിസലാസതി ജുഇലത് സുഫൂഫുനാ കസുഫൂഫിൽ മലായിക وجعلت لنا الأرض كلها مسجدا وجعلت تربتها لنا طهورا إذا لم نجد الماء. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. 3 കാര്യങ്ങൾ കൊണ്ട് മറ്റു മനുഷ്യരെക്കാൾ നമുക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്ന സഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 3 ശ്രേഷ്ഠതയാണ്. 3 കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. അള്ളാഹു നമ്മളെ ശ്രേഷ്ഠതപ്പെടുത്തിയിരിക്കുകയാണ്, അള്ളാഹു നമ്മളെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഏതാണ് നബിയേ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ 3 അനുഗ്രഹം എന്താണ് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരാൾക്കും അള്ളാഹു കൊടുക്കാത്ത 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമസ്കാരത്തിൽ അള്ളാഹുവേ നമ്മൾ അണിനിരന്ന് നിൽക്കുമല്ലോ, നിസ്കരിക്കുന്ന സമയത്ത് സഫ് കെട്ടി നിൽക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം നമ്മൾ മലക്കുകളുടെ അണികളെ പോലെയാണ് എന്ന് നബിയിനാ റസൂലുള്ളാഹി. നിസ്കരിക്കുമ്പോൾ സുഫൂഫക്കും റഹ്മക്കുമുള്ള സഫുകൾ അടുത്തടുത്ത് നിൽക്ക്. കാരണം അകന്ന് നിൽക്കാൻ പാടില്ല. കാരണം പറഞ്ഞങ്ങാതി നിസ്കരിക്കുമ്പോൾ അകന്നകന്ന് നിൽക്കരുത്. കാരണം ഇടയ്ക്ക് ആര് കയറും? ഇബ്ലീസ് കയറും. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത് നിൽക്കും മലക്കുകളുടെ സഫുകൾ പോലെ, മലക്കുകളെ പോലെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ ഒരു ഭാഗ്യം. മലക്കുകളുടെ നമസ്കാരത്തിലെ സഫുകൾ മലക്കുകളുടെ സഫ് പോലെയാണ് എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന സമയത്ത് അടുത്തടുത്ത് നിൽക്കണം. നമ്മൾ അകന്നകന്ന് നിൽക്കും, ബംഗാളികൾ അടുത്തടുത്ത് നിൽക്കും. അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല, നമുക്കാണ് കുഴപ്പം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഒരു കുഴപ്പമില്ല, മാസ്കും ഇല്ല. അവരിപ്പോൾ ടീമാണ് കേട്ടാ, മനസ്സിലാക്കേണ്ടത്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് അവർ സെറ്റായിട്ടൊരു ടീമായിട്ട് അങ്ങ് നിൽക്കുക. ഇടയിൽ വേറെ മലയാളി കയറ്റുന്നില്ല. ഇടയ്ക്ക് കാരണം എന്ത്? അവനാകുമ്പോൾ അകന്ന് നിൽക്കും. നിങ്ങൾ നോക്കി, 1ാമത്തെ സഫിൽ ഈ സൈഡ് കഴിഞ്ഞാൽ അവർ മാത്രമേ ഉള്ളൂ. ഇടയിൽ വേറെ ഒന്നിനെ കയറ്റത്തില്ല. 1ാമത്തെ സഫ് അവർക്കുള്ളതായി മാറി. അൽഹംദുലില്ലാഹ്. 1ാമത്തെ സഫ് ഞാൻ നോക്കി, ഒരാളെ പോലും ഇടയ്ക്ക് കയറ്റുന്നില്ല. കാരണം എന്തേ? അവർക്ക് മാസ്കും ഇല്ല, അവരെല്ലാം അടുത്തടുത്ത് നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, അവർക്കൊരു കുഴപ്പമില്ല. നമ്മളോ ഇങ്ങനെ 6 അടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കണം. സത്യത്തിൽ ഇങ്ങനെ നിന്നിട്ട് അളക്കണം, എന്നിട്ട് വേണം നിൽക്കാൻ. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഒരാൾ അകന്നിരിക്കുക. അവൻ്റെ കഴുത്തി പിടിച്ച് വലിച്ചിങ്ങോട്ട് നീങ്ങി നിൽക്കാടാ, ശൈത്താനെ കയറ്റി നിർത്തുന്നു എന്ന് ഇടയിലെന്ന്. പള്ളി ഞാൻ പറയണില്ല. എടുത്തിയാർ പള്ളിയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അല്ല ആരാലോചിച്ച പ്രസരിപ്പോൾ എന്താ ചെയ്യുക? ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ ഒരുത്തം വന്ന് അവൻ്റെ കോളറി പിടിച്ചിട്ട് ഇങ്ങോട്ടാ ശൈത്താനെ കയറ്റി നിർത്തുക എന്ന് പറഞ്ഞ് പിടിച്ചടുത്ത് നിർത്താം.
ഞാൻ പതക്കം കൊണ്ട് മാറി നിന്ന് പഠിച്ചാൽ. കാരണം ഇതാവസ്ഥ. കാരണം വേറൊന്നുമല്ല, അതവരുടെ ഈമാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അജ്മീർ പോയപ്പോൾ ഈ കൊറോണ അവിടെ എവിടെയെങ്കിലും കണ്ടോ? കണ്ടോ മെമ്പറെ? മെമ്പർ മാസ്ക് വിട്ട് നടക്കുക. എല്ലാവരും മെമ്പറെ നോക്കുക. മാസ്ക് വിട്ടിട്ട് ഇവർ നടക്കുന്നതാണെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക. ഇവർക്ക് എന്തോ ഉണ്ടെന്ന് അവർ വിചാരിക്കണേ. താജ്മഹലിൽ പോയപ്പോൾ കൊറോണ ഉണ്ടോ? ഉണ്ടോ? രാജസ്ഥാനിലുണ്ടോ? കൊറോണ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു അഅലം. എവിടെയുള്ളത്? എവിടെയുള്ളൂ? നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളത്. ഇപ്പോൾ കൊറോണ ഇല്ല എന്ന് പറഞ്ഞ് നാളെ മുതൽ മാർക്കറ്റിൽ കൂടെ പോലീസ് നോക്കിയിട്ട് പെറ്റിയടിച്ച് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടതൊക്കെ അള്ളാഹു നമുക്കൊക്കെ എപ്പോഴേ പോയിട്ടുണ്ടാവും അല്ലേ? എപ്പോഴേ വന്നു പോയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളിയിൽ ഇതുവരെ അൽഹംദുലില്ലാ ഇല്ലേ? അടച്ചിട്ടോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ ഉള്ളു മനുഷ്യ ഈ നാട്ടിൽ നടക്കണ. ഇതൊക്കെ ബുറുദ തുടങ്ങിയില്ലേ? അൽഹംദുലില്ലാ ബുറുദ തുടങ്ങിയില്ലേ? എന്തേ വരാത്തത്? നിങ്ങൾ പറ, ഞാൻ പറയും. നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നടക്കുന്ന ഒരു ബുറുദയുണ്ടല്ലോ, അൽഹംദുലില്ലാ അതാ നമ്മുടെ നാടിൻ്റെ രക്ഷ. അതാണ് നമ്മുടെ നാടിൻ്റെ രക്ഷ. ഇതൊക്കെയാണ് വിപത്തുകൾ. ഇങ്ങനെയുള്ള വൈറസ് രോഗങ്ങൾ, മാരക പടരുന്ന രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ പണ്ടത്തെ തലമുറ, നമ്മുടെ മുൻഗാമികൾ ഇതായിരുന്നു ഒരു പരിചയമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയുള്ള മൗലിദും മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ ബദർ മൗലിദും മുഹിയുദ്ദീൻ മാലയും റാത്തീബും കുത്തുബിയത്തും ഇതൊക്കെയായിരുന്നു അവരൊക്കെ അൽഹംദുലില്ലാ സേഫ്റ്റിക്കായി ഉപയോഗിച്ചിരുന്ന കാര്യം. നമ്മളോ ഇതൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറയണേ. ഇതൊക്കെ തെറ്റാ, പാവ നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ വവ്വാലിയിൽ നിന്ന് വരെ രോഗം വന്നു തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു അൽഹംദുലില്ലാ കമ്മിറ്റി മാറുകയോ മാറാതിരിക്കുമോ ഇതൊക്കെ ഇവിടെ നിലനിർത്തണം ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ ഖബറിൽ പോലും കിടക്കാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ? സഫുകളൊക്കെ അടുത്തടുത്ത് നിൽക്കുക. അൽഹംദുലില്ലാ മലക്കുകളുടെ സഫുകൾ പോലെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈ ഭൂമി മുഴുവനും നമുക്ക് ശുദ്ധമാക്കി നിസ്കരിക്കാനുള്ളതാക്കി തന്നു. മണ്ണ് ശുദ്ധമാക്കി തന്നു. ഒളുവെടുക്കാനില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ ഒളുവെടുക്കാൻ മണ്ണിന് അള്ളാഹു നമുക്ക് ശുദ്ധമാക്കി തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മുത്തുനബിക്ക് അള്ളാഹു നൽകിയ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, കാരുണ്യത്തിന്റെ പ്രവാചകന്. മുത്തുനബിയുടെ പേരെങ്ങനെയല്ലേ? പലരും പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖീല യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രികീൻ ഖാല ഇന്നി ലം ഉബ്ഇസ ലഅനാ വഇന്നമാ ബുഇസ്തു റഹ്മതീ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രവാചകനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ അവിടെന്ന് പറയുകയാ. പീഡനങ്ങളെ സഹിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിനെ മുസ്ലിമീങ്ങള് വല്ലാതെ പീഡിപ്പിക്കുകയാണ്. വളരെ ക്രൂരമായ രീതിയിൽ അവിടെന്ന് പീഡിപ്പിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ, പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, നബിയേ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ, നബിയേ ഒന്ന് പറയൂ, നബിയേ ഞാൻ അവരെ ശപിക്കുന്നവൻ മറ്റുള്ളവർക്കെതിരെ ആയിട്ടല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് പറയുകയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ശപിക്കുന്നവനല്ല, ശപിക്കുന്നവനല്ല, മറ്റുള്ളവർക്കെതിരെ ശപിക്കുന്നവനായിട്ടില്ല. എന്നിട്ടോ എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാൻ
മഹാനവർക്കെല്ലാം കാരുണ്യമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ശപിക്കാൻ കഴിയുകയില്ല. ഒരാൾക്കെതിരെ ദുആ ചെയ്യാൻ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരാളോടും എനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും എനിക്ക് ശപിക്കാൻ പറ്റൂല, ഒരാളെയും എനിക്ക് വേദനിപ്പിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്, ഇത് നമ്മുടെ നേതാവിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചറിയണോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചറിയണോ. അൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദുൽ മസ്നി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ബൈന ബൈതി വമിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്നാ. മുത്തുനബിയുടെ മഹത്വം അറിയണോ, മുത്തുനബിയുടെ മഹത്വം അറിയണോ. ഈ ഭൂമിയിലെ ഒരേ ഒരു മണ്ണിന് മാത്രമേ ഉപ്പിന്റെ രസമുള്ളൂ. ഉപ്പിന്റെ രസമുള്ള ഒരു മണ്ണുണ്ട് മുസ്ലിമേ. അതെവിടെയെന്നറിയുമോ, അതെവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫില്. പടച്ചവരെ, ആ മണ്ണിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമേതാ ഈ ദുനിയാവില്? അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന റൗള, മുത്തുനബി ഉണ്ടല്ലോ കിടക്കുന്നത്. ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട്, ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട്. ഈ ഭൂമിയിലെ സ്വർഗം കാണണോ ചെറുപ്പക്കാരാ? ഈ ഭൂമിയിലെ സ്വർഗം കാണണോ മക്കളെ? എടാ, ഭൂമിയിലെ സ്വർഗമുണ്ടടാ. അഭിമാനത്തോടു കൂടി പറയണം, അല്ലാഹുവിന്റെ ഭൂമിയിലെ സ്വർഗത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭൂമിയിലെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. 2 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെന്നറിയുമോ? അതെവിടെയാണെന്നറിയുമോ? മാ ബൈന ബൈതി വമിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്നാ. അല്ലാഹുവേ, മുത്തുനബിയുടെ വീടുണ്ടല്ലോ, അവിടുത്തെ കബറിടമുണ്ടല്ലോ, അവിടുത്തെ റൗളയുണ്ടല്ലോ. ആ റൗളയുടെയും മിമ്പറിന്റെ ഇടയിലുള്ള ഒരു അല്പസ്ഥലമുണ്ട് സഹോദരാ. അല്ലാഹുവേ, എന്തൊരു തിരക്കെന്നറിയുവോ, എന്തൊരു തിരക്കെന്നറിയുവോ. ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ. അല്ലാഹുവേ, കാണണം ചെറുപ്പക്കാരാ, എത്ര തിരക്കാണെങ്കിലും ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവനവന്റെ സമയവും കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ഈ ഭൂമിയിലെ സ്വർഗത്തിലൊന്ന് പോയിരിക്കാനാ. ബാബു ജിബ്രീലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ കാണാ, അല്ലാഹുവേ, ജനങ്ങളെ മണിക്കൂറുകളായി കാത്തു കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റൗളയുടെയും ആ മിമ്പറിന്റെ ഇടയിൽ കാണുന്ന ടൈലൊട്ടിച്ച സ്ഥലത്തൊന്ന് നെറ്റിവെക്കാൻ, അവിടെയൊന്ന് ചുംബിക്കാൻ, അവിടെയൊന്ന് സുജൂദ് ചെയ്യാൻ, അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് കരയാൻ, അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് കരയാൻ. എന്തൊരു മണ്ണാ സഹോദരാ, അത് സ്വർഗമാ മോനെ, അത് സ്വർഗമാ മോനെ. മുത്തുനബിയാണ് പറഞ്ഞത്, മാ ബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഭൂമിയിലെ സ്വർഗമാ മുസ്ലിമേ. അതുകൊണ്ടാണ് പലരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാൻ. പലരും ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് മക്കത്ത് പോയിട്ട് മദീനയിൽ പോകാതെ പോകുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ.
പലരും ഹജ്ജിന് പോലും പോയിട്ട് ഉംറയ്ക്കൊക്കെ പോയിട്ട് മക്കത്ത് പോയിട്ട് അങ്ങ് പോകും, മദീനത്ത് പോകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് പോകണം സഹോദര. ഈ ഭൂമിയിലെ സ്വർഗവത, ഈ ഭൂമിയിലെ സ്വർഗവത ഇങ്ങനെ ടൈലുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ട് ഒരല്പസ്ഥലം ഇത്രയും കാണും. നമ്മുടെ ആകെ ഇത്രേ കാണത്തുള്ളൂ, ഇത്രയും നീളം വീതി കാണും ഒരല്പസ്ഥലം. അൽഹംദുലില്ലാ, അള്ളാഹു പോയി സുജൂദ് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോകണം. അതാ അല്ലാതെ ബാംഗ്ലൂരും ഗോവയിലും മൈസൂറും തമിഴ്നാട്ടിലും ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറിലും എന്ത് നാറ്, എന്ത് കാര്യം? എടാ, ജീവിച്ചിരുന്നിട്ടും മരിച്ചു പോകുന്നതിന് മുമ്പ് ആകെ പോകണം. ദുനിയാവിലെ സ്വർഗത്തിൽ പോയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാത്തു നിൽക്കണം, കാത്തു നിൽക്കണം. സത്യം പറഞ്ഞാൽ എന്താ മനുഷ്യ അല്ലേ, കണ്ണീരെന്ന് പറഞ്ഞ ഇതുപോലൊരു സ്നേഹം. അല്ലാഹുവേ, എല്ലാവർക്കും അത്ഭുതം തോന്നാറുണ്ട്. ആരെങ്കിലും നേതാവിനെ ഓർത്തിട്ട് ഇങ്ങനെ ആലിക്കാറുണ്ട്. അല്ലാഹുവേ, ആ ബാബു ജിബ്രീലിലൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ നടന്ന് വരുമ്പോ ആ റൗള ഇങ്ങനെ കാണുമ്പോ കണ്ണു നിറഞ്ഞു. ആ റൗളാ ഷരീഫിന്റെ മുറ്റത്ത് ഇങ്ങനെ മുന്നിലെത്തുമ്പോ അറിയാതെ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അറിയാതെ നിറയും. ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണ് ആ റൗള ശരീഫ് കണ്ടിട്ടൊരു സലാം പറഞ്ഞാൽ മതി. അറിയാതെ ഒരു അറബികളൊക്കെ കരയണ കാണും. ഓരോ മനുഷ്യന്മാർ അല്ലാഹുവേ പടച്ചവനെ കരയണ ഒരു കരച്ചിലുണ്ടല്ലോ. മുത്തി നബിയുടെ റൗള കാണുമ്പോൾ ഒരു സന്തോഷപ്പാ, വേറൊന്നുമല്ല, ആരാധനയൊന്നുമല്ല. ആ റൗള ശരീഫ് കാണുമ്പോൾ ഒരു സ്നേഹമുണ്ടല്ലോ, സന്തോഷത്തിന്റെ കണ്ണുനീര്. ദുഃഖം ഉണ്ടാകുമ്പോഴും കരയും, സന്തോഷം ഉണ്ടാകുമ്പോൾ കരയില്ലേ? അറിയാതെ കണ്ണു നിറഞ്ഞു. സന്തോഷം അധികമായിട്ട് സന്തോഷമായാലും കരഞ്ഞു പോകും. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള അല്ലാഹു ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് അല്പസ്ഥലം അപ്പുറത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട്. ആ റൗളയ്ക്കകത്ത് നോക്കുമ്പോൾ കാണാം ആ കുറച്ച് സ്ഥലം ഒരല്പം കൂടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ആർക്ക്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹ് എത്ര വലിയവനാ അല്ലേ, എത്ര വലിയവനാ. ആ മുത്തുനബിയുടെ കാലിൻ്റെ അവിടെ ആണ്ട് ഭാഗത്തൊരല്പസ്ഥലം ഇപ്പോഴും അവിടെ ആയിഷാ ബീവിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലം ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി അവിടെ കിടക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോൾ മകനെ പറഞ്ഞു വിട്ടു, മോനെ ആയിഷാ ഉമ്മാടെ അടുത്ത് പോകണം, ആയിഷാ ഉമ്മാടെ അടുത്ത് പോയിട്ട് ചോദിക്കണം ആ സ്ഥലം എനിക്ക് തരുമോന്ന്. ലോകത്തൊരു പെണ്ണും കൊടുക്കോ? ലോകത്ത് ആയിഷാ ബീവിയുടെ ആ ഒരു മനസ്സിന്റെ വിശാലത, തൻ്റെ വാപ്പാടെയും ഭർത്താവിൻ്റെയും കൂടെ കിടക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ചാരത്ത് കിടക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണും കൊടുത്തു കാണൂല. ചരിത്രകാരന്മാര് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ലോകത്ത് ഇത്രയും വലിയ ഒരു മനസ്സിന്റെ വിശാലത ലോകത്തൊരാൾക്കും കാണൂലെന്നാ. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ മകനെ പറഞ്ഞു വിട്ടു, ഉമർ തങ്ങൾ പോയിട്ട് മോൻ ചോദിക്കണം ആ 6 അടി മണ്ണ് എനിക്ക് തരുമോന്ന്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ പോയി ചോദിച്ചു. ആയിഷാ ബീബി അനുവാദം കൊടുത്തു. തിരിച്ച് മകൻ വന്ന് വാപ്പാടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ ഞാൻ മരിച്ച് കഫം പൊതിഞ്ഞിട്ട് എൻ്റെ മയ്യത്ത് ആയിഷാ ബീവിയുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പിന്നെയും ചോദിക്കണം. കാരണം ഇപ്പം ഞാൻ നേതാവാ, ഇപ്പം ഞാൻ ഖലീഫയാ, എനിക്ക് ജീവനുണ്ട്. ചിലപ്പോൾ ജീവനുള്ളത് കൊണ്ടായിരിക്കും എന്ത് ചെയ്യണത്, സമ്മതിക്കുന്നത്. ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് ആയിഷാ ബീവിയുടെ വീടിൻ്റെ അടുക്ക കൊണ്ടുവച്ചിട്ട് പിന്നെയും ചോദിക്കണം ആ 6 അടി മണ്ണ് തരുമോന്ന്. തന്നാലേ എന്നെ അവിടെ അടക്കാവൂ, ഇല്ലെങ്കിൽ ജന്നത്തിൽ വക്കീലടക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ആയിഷാ ബീവി ഇവിടെ നിന്ന് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പം നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിരുന്ന മുത്തുനബി നടന്ന ആ സ്ഥലം പോലും സ്വർഗമാണെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളവിടെ എത്തിക്കണേ, അല്ലാഹ് നീ ഞങ്ങളവിടെ എത്തിക്കണേ പടച്ചവനെ. ആ മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ ചെന്ന് അല്ലാഹുവേ സലാം പറയാൻ, അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ. അൽഹംദുലില്ലാഹ്
ഒരുപാട് ഭാഗ്യം. ഒരു വക്കത്ത് തന്നെ അവിടെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ ഈ പുണ്യ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്‌ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടിയ കയ്യെ നീ തട്ടല്ല റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഞങ്ങളുടെ ദ്രോഹങ്ങൾ പൊറുക്കണേ ഞങ്ങളുടെ അപരാധങ്ങൾ പൊറുക്കണേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാ ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സർവ്വ പാപങ്ങളും പൊറുത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കണേ അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കണേ പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാൻ. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബേ, ഞങ്ങളിൽ പലരും രോഗികളാ ഒരുപാട് വേദന സഹിക്കുന്നവരുണ്ട് റഹ്മാനെ. പുറത്തു പറയാൻ മടിക്കുന്ന രോഗമുള്ളവരുണ്ട് റഹ്മാനെ. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റഹ്മാനെ. നീ ഷാഫിയല്ലേ നിനക്ക് മരുന്ന് വേണ്ടല്ലോ കരുണ കാണിക്കു പടച്ചവനെ. വേദനിപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ നാണം കെടുത്തല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ശിഫദാ ഞങ്ങൾക്ക് ശിഫദാ ഞങ്ങളോട് കരുണ കാണിക്കല്ലാ അല്ലാഹുവേ. മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ കിടത്തിക്കളയല്ലേ ഞങ്ങളുടെ ശരീരം തളർത്തല്ലേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ എല്ലാവരും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹുവേ. പടച്ചവനെ, അല്ലാഹുവേ, മറ്റുള്ളവർക്ക് നീ ഞങ്ങളെ ഭാരമാക്കല്ലേ എല്ലാവരും മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാഹുവേ. നല്ല മരണം തരണേ പടച്ചവനെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ ഞാൻ മറന്നാലും നീ മറക്കല്ലേ പടച്ചവനെ. അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക തരുന്നവരെ നീ കൈവിടല്ലേ പടച്ചവനെ. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നവരെ അവരെ വെറും കൈയോടെ മടക്കല്ലേ അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണണേ നീ റബ്ബും ഞങ്ങൾ അടിമയുമല്ലേ യജമാനനോട് ഞങ്ങൾ പറയുന്നു, നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ. ആരെല്ലാം മണിക്കൂറുകളായി ഈ ക്ലാസ് കേട്ടുകൊണ്ട് ഈ ദുആയിക്ക് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മ പെങ്ങന്മാർ സഹോദരങ്ങളുണ്ട് റഹ്മാനെ. ഒരാളെയും നീ കൈവിട്ട് കളയല്ലേ അവരുടെ അവസാനം നന്നാക്കണേ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അവർക്ക് നല്ല മരണം കൊടുക്കണേ അവരുടെ അവസാനത്തെ കാഴ്ച നീ സ്വർഗമാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ കബൂലാക്കണേ എല്ലാവരുടെയും ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ നിന്റെ സംരക്ഷണം നൽകണേ ഭക്ഷണം തരുന്നവർ, ചായ തരുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ മോശമായ മരണം ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. മോശമായ മരണം ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ. പടച്ചവനെ, ഈ ദുആയ കബൂലാക്കണേ പടച്ചവനെ. റബ്ബേ, ഒരു സഹോദരി
ശരീരത്തിലൊരു മുഴ വന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാ. സാധുവാ അല്ലാ, ആരുമില്ലാത്തവളാ അല്ലാ, നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നീ ഒരു ഖൈറായ തീരുമാനമെടുക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നാളെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നൊരു സഹോദരൻ നാളെ ഗൾഫിലേക്ക് പോകുകയാ. നീ പടച്ചവനെ യാത്ര ഖൈറിലാക്കണേ തമ്പുരാനെ. യാത്രയിലെ ശിർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൊന്നു മക്കളെ നീ നന്നാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഉപ്പാനെയും ഉമ്മാനെയും തല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നുള്ള ഓർമ്മയാ മക്കൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗം കിട്ടാൻ ഇതൊരു കാരണമാക്കണേ അല്ലാ. ഈ വിദ്യാർത്ഥികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പ്രായമുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പള്ളിയുടെ പണി നീ മുടക്കല്ലേ അല്ലാ. അത് തടസ്സം വരുത്തല്ലേ അല്ലാ. അത് നീ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് നടത്തിപ്പിക്കണേ അല്ലാ. അതിലേക്കുള്ള സമ്പത്ത് നീ കൊണ്ടുവരണേ അല്ലാ. അല്ലാഹു അതിനുള്ള മനസ്സു നൽകണേ റഹ്മാനെ. ഈ ദുആയെ കബൂലാക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ അവളുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ നിന്നെ സഹായിക്കണേ റഹ്മാനെ. രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ നീട്ടുന്ന കൈകൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവൻ. മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാ. സ്നേഹം നീ നിറച്ചു തരണേ അല്ലാ. മുത്തുനബി ആരാണെന്ന് പഠിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഈ ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. വാട്സപ്പുകളിലൂടെ കോടിക്കണക്കിന് സ്വലാത്തുകൾ പറയാൻ നിയ്യത്ത് ചെയ്യുന്നവർ, അല്ലാഹുവേ, അവർക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹു, അബൂദാബിയിൽ നിന്ന് ബഷീർ എന്ന സഹോദരൻ 10 ചാക്ക് സിമന്റ് നീ സ്വീകരിക്കണേ അല്ലാ. ബഷീറിൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. പ്രവാസിയാണ്, നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇത് അവസാന ദുആ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ നിന്ന് പിരിഞ്ഞു അടുത്ത ക്ലാസ്സിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ തമ്പുരാനെ. തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാസറിനൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ല, സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. നീ അറുത്തു മുറിക്കല്ല റഹ്മാനെ. ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, നമുക്ക് ചായ തരുന്ന സഹോദരൻ നസീറിൻ്റെ മകൻ, അല്ലാഹുവേ, നീ ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.